Hello everyone, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യ തീം കേക്കുമായിട്ടാണ് ഓണം സ്പെഷ്യലായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഗനാഷ് വെച്ച് നന്നായിട്ട് ഐസിങ്ങും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയും ഈ ഗനാഷിൻ്റെ റെസിപ്പിയും ഞാൻ ഓൾറെഡി ഒരു ഗനാഷ് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു കേക്ക് ഇലയുടെ ഷേപ്പിൽ മുറിച്ച് അതിന് നന്നായിട്ട് ഗനാഷ് തേച്ച് ആ ഒരു സ്മൂത്ത് ഷൈനി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്കി എങ്ങനെയാണിത് ചെയ്തെടുക്കുന്നത് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ഫുഡ് കളറും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാം ആ ഒരു ഇലയുടെ കളറ് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും കളർ ചെയ്യുന്നുണ്ട്. സോ ഇത് ഒരു വിപ്പിംഗ് ക്രീം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഈവണായിട്ട് സ്മൂത്തായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇലയുടെ നടുക്കായിട്ട് ഒരു ലൈൻ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വുഡൻ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒരു ലൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആൻഡ് ജെൻറ്റലായിട്ട് ചെയ്യാം. താഴെയുള്ള ചോക്ലേറ്റിൻ്റെ ഭാഗം മുകളിൽ വരാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ വരച്ചതിൻ്റെ സൈഡിൽ ക്രീം കുറച്ച് നേരം പൊങ്ങിയിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതൊരു സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി ആ ഒരു ഏരിയയും കൂടെ മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കേക്ക് സ്ക്രേപ്പർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഇലയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ഇലയിൽ നമുക്കിതുപോലെ വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ജെൻറ്റലായിട്ട് പതുക്കെ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആ ഒരു ഗണേഷിൻ്റെ പോർഷൻ ഇതിൻ്റെ കൂടെ മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇലയുടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് കളർ കിട്ടാനായിട്ട് ഗ്രീൻ ഫുഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബ്രഷ് വെച്ച് അതിൽ നന്നായിട്ട് ആ കളർ എല്ലായിടത്തും ഇതുപോലെ തേച്ച് കൊടുക്കാം. അത് നമ്മൾ എത്രമാത്രം പെർഫെക്റ്റ് ആവുന്നതോ അത്രയും നന്നായിട്ട് നമ്മുടെ ഇലയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇല നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു കാര്യം കൂടെ നമ്മുടെ ഇലയ്ക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നമ്മുടെ ബ്രൗൺ ഫുഡ് കളർ വെച്ച് നമ്മുടെ ഇലയുടെ സൈഡ് ഭാഗം കൂടെ കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാഴ ഇലയായിട്ട് നമുക്ക് തോന്നുക അല്ലേ. അപ്പോൾ ഇത് ഞാൻ എല്ലാ സൈഡിലും ഇതുപോലെ ഈ ബ്രൗൺ കളർ വെച്ച് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ വാഴയില റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കറികൾ വിളമ്പണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് തന്നെ അവിയൽ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് യെല്ലോ ഫുഡ് കളറും വിപ്ഡ് ക്രീമും പിന്നെ കളേർഡ് ജിലേബി അതുപോലെ നമ്മുടെ കേക്കിൻ്റെ ക്രംസും കൂടെ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ യെല്ലോ ഫുഡ് കളറിലോട്ട് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീമും പിന്നെ കേക്കിൻ്റെ ക്രംസും അത് നമ്മൾ ഈ കളേർഡ് ജിലേബിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ ജാഗറി മെൽറ്റ് ചെയ്തത്, കേക്ക് ക്രംസ് അതുപോലെ ചോക്ലേറ്റ് ചിപ്സ് ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കൂട്ടുകറിയാണ്. അപ്പോൾ ഇത് ഞാൻ കേക്ക് ക്രംസും അതുപോലെ ജാഗറിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ചെടുത്ത് വെക്കാം. അത് നമുക്ക് പുളിയിഞ്ചിയായിട്ട് സെർവ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ചിപ്സും പിന്നെ കുറച്ചുകൂടെ ബ്രെഡ് ക്രംസും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് കൂട്ടുകറിയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് എത്ര മാത്രം വേണോ അത്രയും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ്. അതിനായിട്ട് നമ്മൾ ജാഗറി മെൽറ്റ് ചെയ്തതിലോട്ട് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ചേർത്തു മിക്സ് ചെയ്തു. പിന്നെ ഇതിലേക്ക് കളേർഡ് ആയിട്ടുള്ള യെല്ലോവും പിന്നെ അതുപോലെ ഗ്രീനും ഓറഞ്ചും ഈ ജിലേബിയുടെ പീസസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിവിടെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വിപ്ഡ് ക്രീം, കേക്ക് ക്രംസ് അതുപോലെ ചമ്മന്തിക്ക് ആവശ്യമുള്ള റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേക്ക് ക്രംസിൻ്റെ ലോട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ചേർത്തു. നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് നമ്മുടെ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മിക്സായി കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു ഓൾമോസ്റ്റ് എല്ലാ കറികളും റെഡിയാക്കിയിട്ടുണ്ട്. കായ് വറുത്തത്, ശർക്കര വരട്ടിയത്, ഇഞ്ചി, കൂട്ടുകറി, അവിയൽ, പിന്നെ ചമ്മന്തി, പിന്നെ നമ്മുടെ കേക്ക് ക്രംസ് മാത്രമായിട്ട് ഞാനിവിടെ നമ്മുടെ വറവ് പോലെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉപ്പേരി പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോറിനായിട്ട് നമ്മൾ അവൽ വറുത്തതാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത അവൽ. പിന്നെ നമ്മുടെ സാമ്പാറും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനു മുമ്പ് തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടല്ലേ. നമ്മുടെ പഴവും അതുപോലെ തൈരും മുളകും ഞാനിവിടെ ഫോണ്ടൻറ്റ് വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല ബ്ലാക്ക് നമ്മുടെ ബീഡ്സ്, എഡിബിൾ ബീഡ്സ് ആയിട്ട് കടുകിന് പകരം അതും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് നമ്മൾ സദ്യ വിളമ്പുന്നത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പഴവും തൈരുമുളകും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓരോ കറികളായിട്ട് വളരെ പതുക്കെ ഈ ഒരു ഇലയുടെ മുകളിലോട്ട് മാറ്റി കൊടുക്കുക. നമ്മൾക്ക് പൊസിഷൻ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ
നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോരോ ഇൻഗ്രീഡിയൻസും ഈ ഇലയുടെ മുകളിലായിട്ട് വിളമ്പാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അവിയലും വിളമ്പി കഴിഞ്ഞു. കൂട്ടുകറിയാണ് നെക്സ്റ്റ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ശർക്കര വരട്ടി, അത് നമ്മൾ നോർമൽ ശർക്കര വരട്ടി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബനാന ചിപ്സ്, അതും നോർമലി നമ്മൾ ബനാന ചിപ്സ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റായിട്ട് നമ്മൾ തോരൻ വിളമ്പാണ്. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ നോർമലി നേരത്തെ എല്ലാ കറികൾക്കും ബേസായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു നോർമൽ സ്പഞ്ച് കേക്കിൻ്റെ ക്രംസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കടുകിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ബ്ലാക്ക് എഡിബിൾ ബീഡ്സും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുളിയിഞ്ചി വിളമ്പി നെക്സ്റ്റായിട്ട് നമ്മുടെ നല്ല കുത്തിരി ചോറിന് പകരമായിട്ട് നമ്മുടെ അവൽ ഫ്രൈ ചെയ്തതാണിത്. അപ്പോൾ അതുകൂടെ ഞാനിവിടെ വിളമ്പിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കി നമ്മൾ സാമ്പാർ കൂടെ വിളമ്പാണ്. അപ്പോൾ സാമ്പാർ വിളമ്പിയതിന് ശേഷം ഇതിൻ്റെയും പിന്നെ നമുക്ക് ഏതൊക്കെ കറികളിൽ കടുകുണ്ടാവുമോ അതിൻ്റെയൊക്കെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ബീഡ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സദ്യ തീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.